വിഷയത്തിൽ സെപ്റ്റംബർ 8 മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരേയൊരു വിഷയം പാലാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നാർക്കോട്ടിക് ലവ് ജിഹാദ് പരാമർശങ്ങളാണ്. ഇതിന്റെ പേരിൽ ഇടത് വലത് വ്യത്യാസമില്ലാതെ ഒരേ വാദമാണ് രാഷ്ട്രീയക്കാർ ഉയർത്തുന്നത്. പാലാ മെത്രാൻ പ്രസ്താവന പിൻവലിക്കണമെന്ന് ചിലരും അദ്ദേഹം മാപ്പ് പറയണമെന്ന് മറ്റു ചിലരും. കേരളത്തിലെ കുറെ രാഷ്ട്രീയക്കാരുടെയും മാധ്യമങ്ങളുടെയും ഭരണാധികാരികളുടെയും നിരുത്തരവാദിത്തപരമായ ഇത്തരം പ്രതികരണങ്ങൾ കേരള സമൂഹത്തെ ഭയപ്പെടുത്തേണ്ടതാണ്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള സമൂഹത്തിൽ സമ്മർദ്ദം ചെലുത്തി നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നത് ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് നാം മറന്നുകൂടാ. തന്റെ പ്രസ്താവന പിൻവലിക്കാൻ മാത്രം മാർ കല്ലറങ്ങാട്ട് എന്താണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്, ഏത് അവസരത്തിലാണ് പറഞ്ഞത് എന്നൊരു വിശകലനത്തിലെങ്കിലും തയ്യാറാവാതെ ഒരേ ഹിഡൻ അജണ്ടയോടെയാണ് രാഷ്ട്രീയക്കാരും കുറെ മാധ്യമങ്ങളും, എന്തിന് ഇവിടുത്തെ ഭരണാധികാരികൾ പോലും ഇപ്പോൾ നീങ്ങുന്നത്. അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ഇതുപോലെ ചെകിടനോട് സിനിമാ കഥ പറഞ്ഞു കൊടുത്താൽ എങ്ങനെയിരിക്കുമോ അപ്രകാരമാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ബിഷപ്പിന്റെ പ്രസ്താവനയെ സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ ഈ പ്രസംഗത്തിൽ പിൻവലിക്കാനും അദ്ദേഹം മാപ്പ് പറയാനുമുള്ളത് എന്ത് പ്രകോപനപരമായ പ്രസ്താവനയാണെന്ന ആത്മപരിശോധന നടത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും മത രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ ലോകവും ഇനിയെങ്കിലും തയ്യാറാകണം. അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് വസ്തുതാ വിരുദ്ധമെന്ന് നിങ്ങൾ തന്നെ തെളിയിക്കുക. അതിൽ ഏത് പ്രസ്താവനയാണ് ബിഷപ്പ് പിൻവലിക്കേണ്ടത്? ഏത് പ്രസ്താവനയിലാണ് എവിടെയാണ് മതവിദ്വേഷം നിറഞ്ഞിരിക്കുന്നത്? മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒപ്പം ഇവിടുത്തെ ഭരണാധികാരികളും വ്യാഖ്യാനിച്ചും വളച്ചൊടിച്ചുമല്ലേ ബിഷപ്പിന്റെ പ്രസംഗത്തിൽ മതസ്പർദ്ധയും പിൻവലിക്കത്തക്ക പ്രസ്താവനകളും ഉണ്ട് എന്ന ചിന്താഗതി സമൂഹത്തിൽ പടർത്തിയത്. ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകളും തീവ്രവാദി സംഘങ്ങളും കേരളത്തിൽ ലവ് ജിഹാദിനും നാർക്കോട്ടിക് ജിഹാദിനും പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് മുഴുവൻ മുസ്ലിങ്ങൾക്കും എതിരായുള്ള പ്രസ്താവനയാണെന്ന് വ്യാഖ്യാനിച്ച് മുസ്ലിം സമുദായത്തെ പ്രകോപിപ്പിച്ച് ഇളക്കിവിടുന്ന ക്രൈസ്തവ വിദ്വേഷം വെച്ചു പുലർത്തുന്ന ചില ഇടത് വലത് രാഷ്ട്രീയക്കാരല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത്? എത്രയോ തവണയായി അവർ പത്രസമ്മേളനങ്ങളും പ്രസംഗങ്ങളും നടത്തി കേരള സമൂഹത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടുന്നു. അവർക്കെതിരെ എന്തുകൊണ്ട് മതേതരെന്ന് മെയിന് നടിക്കുന്ന പാർട്ടികൾ നിശബ്ദത പാലിക്കുന്നു? ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുതകൾ പരിശോധിക്കാതെ അവയെ വളച്ചൊടിച്ച് അതിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഭരണാധികാരികളും ഗുരുതരമായ കൃത്യവിലോപമാണ് ചെയ്യുന്നത്. കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗവും വ്യാപനവും ഇന്ന് ആർക്കും ചർച്ചാ വിഷയമല്ല. തീവ്രവാദികളും ജിഹാദികളുമാണ് ഇതിനു പിന്നിൽ എന്ന ഒരേ ഒരു വിഷയമാണ് അവർക്ക് ചർച്ചാ വിഷയം. എത്രയോ വിദഗ്ധമായിട്ടാണ് അവരെല്ലാം ചേർന്ന് പ്രധാന പ്രശ്നത്തിൽ നിന്നും ജനശ്രദ്ധ ഒരൊറ്റ വാചകത്തിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നത്. മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പ്രസംഗത്തെ വിലയിരുത്തേണ്ടത് പ്രസംഗം മുഴുവൻ കേട്ട കുറവിലങ്ങാട്ട് മർത്താമറിയം ഇടവകാംഗങ്ങളാണ്. 8 നോമ്പ് ദിനാചരണത്തിന്റെ സമാപന ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും തിരുനാൾ സന്ദേശം നൽകുന്നതിനും ഇടവകക്കാർ പിതാവിനെ ക്ഷണിച്ചു. അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം കേരളത്തിലെ പൊതുസമൂഹത്തോടുള്ള പ്രസംഗമോ പൊതുസ്ഥലത്ത് നടത്തിയതോ ആയിരുന്നില്ല. അദ്ദേഹം തന്റെ സ്വന്തം ജനങ്ങളോട് മാത്രമാണ് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിൽ അധിഷ്ഠിതമായി സംസാരിച്ചത്. പിതാവ് തന്റെ മതസൗഹാർദ്ദവും സാഹോദര്യവും ഇതേ പ്രസംഗത്തിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. പിതാവ് തങ്ങളോട് നടത്തിയ ഈ പ്രസംഗത്തിൽ അപാകതയുണ്ടെങ്കിൽ അത് വ്യക്തമാക്കേണ്ടത് കുറവിലങ്ങാട്ട് മർത്താമറിയം ഇടവകാംഗങ്ങൾ മാത്രമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അനുചിതമായത് എന്തെങ്കിലും ഉണ്ടെന്ന് ഇടവകാംഗങ്ങൾക്ക് ഇതേവരെ തോന്നിയിട്ടുമില്ല. അവർ പിതാവിന്റെ പ്രസംഗത്തിൽ അപാകത കാണാത്തിടത്തോളം കാലം ഇവിടെ ആരെല്ലാം ഉറഞ്ഞുതുള്ളിയാലും പ്രകോപനപരമായി ഭീഷണിപ്പെടുത്തിയും എത്ര പത്രസമ്മേളനങ്ങൾ നടത്തിയാലും കല്ലറങ്ങാട്ട് പിതാവ് നടത്തിയ ഒരു പ്രസ്താവനയും പിൻവലിക്കില്ല. അതിനാൽ തന്നെ മാപ്പ് പറയുകയുമില്ല.